നമസ്കാരം സുഹൃത്തുക്കളെ. ആഗ്നോസ്റ്റിസം സംബന്ധിച്ച് നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ 2 വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിനെ കുറച്ച് പേരൊക്കെ കമൻറ്റും അവരുടെ പ്രതികരണങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പം അതിനകത്ത് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ദൈവം എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട മതങ്ങളായ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, പിന്നെ ബുദ്ധ മതം ലോകത്തിൽ പലയിടത്തും പ്രചാരത്തിലുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ദൈവ കൺസെപ്റ്റ് ഇല്ല ബുദ്ധമതത്തിൽ. അപ്പം ബാക്കിയുള്ള മതങ്ങൾ, യഹൂദമതം ഉൾപ്പെടെ, സെമിറ്റിക് മതങ്ങളായ യഹൂദമതം ഉൾപ്പെടെയുള്ള മതങ്ങളിലും ഈ പോളിത്തിസമുള്ള, അതായത് അനേക ദൈവങ്ങളെ ആരാധിക്കുന്ന ഹിന്ദുമതം ഉൾപ്പെടെ തായ്ലൻഡിലൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് മതങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള മതങ്ങളിലൊക്കെ ഉള്ള ദൈവ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഒരു മതത്തിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല വേറൊരു മതത്തിൽ. ഓരോ കാലത്തിനും ദേശത്തിനും അവരുടെ സംസ്കാരത്തിനും ചരിത്രത്തിനും ഒക്കെ അനുസരിച്ചിട്ട് ഇത് വളരെ വ്യത്യസ്തമാണ്. അപ്പം ഇന്ന് നമ്മൾ ഇസ്ലാമിൻ്റെ, ക്രിസ്ത്യാനിറ്റി, യഹൂദ മതങ്ങൾ, അതിനകത്തുള്ള സെമിറ്റിക് മതങ്ങളിലുള്ള ഒരു ഏകദൈവ വിശ്വാസം, ക്രിസ്ത്യാനിറ്റിയിലാണ് ഒരു ത്രിയേകം എന്ന് പറയുന്നൊരു വിശ്വാസം, എന്നാൽ അതൊരു ഏകദൈവ വിശ്വാസമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇതിൽ ദൈവത്തെക്കുറിച്ചിട്ട് ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്ന, ദൈവത്തിലേക്ക് അവരോധിക്കപ്പെടുന്ന ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തൻ, എന്തും കഴിയുന്നവനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സർവശക്തൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ, ആ കൺസെപ്റ്റിൽ തന്നെ അത് നള്ളിഫൈ ആയി പോകുന്നൊരു കൺസെപ്റ്റാണ്. കാരണം എല്ലാം കഴിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ തൻ്റെ അനുയായികളാക്കാനായിട്ട് ആ ശക്തി ഒരു നിമിഷം വിചാരിച്ച് നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സർവശക്തൻ എന്ന് പറയുന്ന ദൈവം തനിക്ക് അണികളെ സൃഷ്ടിച്ചെടുക്കാനും അതിനൊക്കെ പ്രചാരകരെ അയക്കാനും, പ്രചാരകരെ അയക്കാനും, ആളിനെ കൂട്ടാനും, അതിലേക്ക് ഉള്ള കാര്യങ്ങൾ, അവർക്കെതിരായിട്ട് വരുന്നവർക്കെതിരെ മനുഷ്യരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ മതചരിത്രങ്ങളിൽ കാണുന്നത്. അതുടനീളം വ്യക്തമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സർവശക്തൻ എന്നുള്ള കൺസെപ്റ്റ് അവിടെ തന്നെ പൊളിഞ്ഞു പോവുക ചെയ്യുന്നത്. കാരണം വേറെ ആരോട് ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നീണ്ട വാഗ്വാദ പ്രതിവാദങ്ങളിലൂടെയൊക്കെ ഇവർക്ക് ജയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ തുല്യമായിട്ടുള്ള ഒരു എതിർശക്തി, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശക്തികളുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നു. അവർ സർവശക്തൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നള്ളിഫൈ ആയി പോവുക. പിന്നെ സർവജ്ഞാനി, മത കൺസെപ്റ്റുകൾ ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് സർവജ്ഞാനി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മതഗ്രന്ഥങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിന് അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ബൈബിൾ മൊത്തവും 10-12 വർഷത്തോളം പഠിച്ചതാണ്, ഖുർആൻ പഠിച്ചതാണ്. അപ്പം അതിനകത്തൊക്കെ ഉള്ള ദൈവത്തിൻ്റെ ഇത് സർവജ്ഞാനി എന്നുള്ളൊരു കൺസെപ്റ്റിന് ചേരാത്തൊരു കാര്യം. പിന്നെ കരുണാമയനാണെന്ന് പറയുന്നുണ്ട്. ഈ കരുണാമയനായിട്ടുള്ള ദൈവമാണ് ഒരിക്കലും തീരാത്ത നരകം സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കരുണാമയനായ ഒരു ദൈവത്തിന് കുറച്ച് മനുഷ്യരെയും ജീവികളൊക്കെ സൃഷ്ടിച്ചിട്ട് അവരെ ഭൂമിയിൽ അവർക്ക് കുറേ കഷ്ടപ്പാട്, പിന്നെ മരിച്ച ശേഷം അവരെ വിചാരണ ചെയ്തിട്ട് പിന്നെയും കാലാകാലമുള്ളൊരു നരകത്തിയിലിട്ട് ശിക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിൽ അവരുടെ ആശയങ്ങളിൽ തോന്നിയ ഒരു കൺസെപ്റ്റിൽ നിന്ന് വന്ന ദൈവസങ്കല്പങ്ങളാണ്. ഇതൊക്കെ സങ്കല്പങ്ങളാണ്, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഒരാളാണെന്ന് പറയുന്നു, ഒന്നിൽ കൂടുതലായാലും എന്താ കുഴപ്പം? ഒന്നിൽ കൂടുതലാകാം, ഇതുപോലത്തെ ശക്തികൾ ഒന്നിൽ കൂടുതലായിക്കൂടെ? ഇപ്പോൾ ഹൈന്ദവ ഇതനുസരിച്ച് എത്രയോ 5000 കൊല്ലമായിട്ട് ഇങ്ങനെ ബഹുദൈവ വിശ്വാസങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലവിലിരുന്നു. അപ്പം അവിടെ നിന്ന് ഇതുപോലെ ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രവാചകന്മാരോ ഒന്നും വന്നായിട്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ ചൈനയിലുണ്ടായിരുന്നു. നമ്മൾ ഇതിനെല്ലാം കൂടെ ഏകീകരിച്ച് പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച് ഒരു ദൈവത്തിനെ കുറിച്ച്, ആ ഭൂമിയിൽ കുറച്ച് മനുഷ്യരെ മാത്രം നോക്കിയിരുന്ന് അവരുടെ പ്രവൃത്തികളെ വിചാരണ ചെയ്ത് അവരെ കുറച്ച് പേരെ സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടുമൊക്കെ പോകുന്നത്, ഇതൊക്കെ ഒരു ബാലിശമായ കൺസെപ്റ്റായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ച നിയമങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഗുരുത്വാകർഷണ നിയമം, അതുപോലെ ചലന നിയമങ്ങൾ, വൈദ്യുതിയുടെ നിയമം, അങ്ങനെ കുറേ പ്രപഞ്ച നിയമങ്ങളുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഭൂഗോളങ്ങൾ ചരിക്കുകയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പ്രകാശത്തിന് അതിൻ്റെ നിയമമുണ്ട്, ആകർഷണത്തിന് അതിൻ്റെ നിയമമുണ്ട്. അപ്പം ഈ നിയമങ്ങൾക്ക് പിന്നിലും പിന്നെ ഈ കാണുന്ന ഭൗതിക വസ്തുക്കൾ, ഇപ്പം മനുഷ്യരാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരുപാട് ഘടകങ്ങൾ വേണം. ഇപ്പോൾ ഓക്സിജൻ വേണം, പ്രകാശം വേണം,
ഭൂമിയിൽ ജീവിക്കാൻ അനുകൂലമായ പരിസ്ഥിതികളെന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത പരിസ്ഥിതികൾ ഒരേപോലെ അനുകൂലമായിട്ട് ഭവിക്കുമ്പോൾ മാത്രമേ ഒരു ജീവൻ അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് ആഹാരം വേണം, ആഹാരം സ്വീകരിക്കാനുള്ള ശരീരം വേണം. പിന്നെ ആ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാഴ്ച, കേൾവി ഇതെല്ലാം സ്വീകരിച്ച് ലോകത്തെ തിരിച്ചറിയാനോ ആസ്വദിക്കാനുള്ള നെർവസ് സിസ്റ്റം, അതിൻ്റെ മനസ്സ്, ഇങ്ങനെ മനുഷ്യ ശരീരവും കോംപ്ലിക്കേറ്റഡാണ്, മനുഷ്യൻ്റെ ചുറ്റുമുള്ള ലോകവും കോംപ്ലിക്കേറ്റഡാണ്. ഇത് കൃത്യമായ ഒരു എൻജിനീയറിങ്ങിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് സംശയിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തി, ഒന്നിലധികമോ പ്രപഞ്ച ശക്തികൾ ഇല്ലേ എന്നുള്ളതാണ്. തീർച്ചയായും കാണുമെന്ന് തന്നെയാണ് ആഗ്നോസ്റ്റിസം പറയുന്നത്. ഇല്ല എന്നുള്ളതല്ല, നിരീശ്വരവാദമല്ല ആഗ്നോസ്റ്റിസം പറയുന്നത്. തീർച്ചയായും ഉണ്ടാവും. പക്ഷേ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇന്ന് കാണപ്പെടുന്ന മതങ്ങളിൽ നിന്നൊരു ഉത്തരം കിട്ടത്തില്ല. മതങ്ങളിൽ നിന്ന് കിട്ടുന്ന ദൈവസങ്കല്പം നമ്മൾ സാമാന്യേന ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഈ പ്രപഞ്ച ശക്തിയെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഇത്രയും പോലും ശാസ്ത്രം വളരാത്ത ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ മതസങ്കല്പങ്ങളെ പിന്തുടരണമോ? അതോ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് നമ്മൾക്ക് സാമാന്യേന ചിന്തിക്കുമ്പോൾ, വലിയ തത്വചിന്തയോ ഭയങ്കര ബുദ്ധിയോ ഒന്നും വേണ്ടതിന്, സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ പിന്നിലൊരു കാരണം, ഒരു കാരണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നിലധികമോ കാരണങ്ങൾ ചേർന്നതാണ് ഈ ഭൂമിയും അതിലെ ആവാസ വ്യവസ്ഥയും. ഇത് വളരെ സിസ്റ്റമാറ്റിക്കാണ്. സിസ്റ്റമാറ്റിക് എന്ന് മാത്രമല്ല, മാത്തമാറ്റിക്കലി കാൽക്കുലേറ്ററാണ്. ഹൈലി എൻജിനീയറിങ്ങിൽ മികവുള്ളൊരു സംവിധാനമാണ്. ഗ്രഹങ്ങളുടെ ചലനമായാലും എല്ലാം. പിന്നെ ബയോളജിക്കലി നോക്കുവാണെങ്കിലും, നമ്മുടെ ശരീരം നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്ത, അതിനകത്ത് കുറവുകളുണ്ടാവാം, എന്നാലും ഞാൻ പറയുകയാണ് സാമാന്യന വളരെ മികവുള്ളൊരു സംവിധാനമാണ്. പിന്നെ മനുഷ്യന് ഓരോ തരത്തിലുള്ള ആസ്വാദനത്തിനുള്ള കാര്യങ്ങൾ, അവൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രത്യേകതകൾ, ഇതെല്ലാം ചേർന്നാലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമൂഹമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭൂമിയിലെ ഇന്ധനം, ലോഹങ്ങൾ, ഇതൊക്കെ ഭൂമിയിലെ പാളികളിൽ, മണ്ണിൻ്റെ അടിയിൽ അയിരുകളായിട്ട് നിലവിലില്ലെങ്കിൽ ഇന്ന് കാണപ്പെടുന്ന വികസനം ഒന്നും സാധ്യമല്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിന് പിന്നിൽ ഈ പറയുന്ന മതത്തിൽ പറയുന്ന, അല്ല ഇസ്ലാം മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ യഹൂദ മതത്തിലോ ഒന്നും പറയുന്ന, അവരെ കൊണ്ട് ഈ യുദ്ധം ചെയ്യിപ്പിക്കുകയും മറ്റു പല കാര്യങ്ങളും അക്രമ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന, ബാലിശമായിട്ടുള്ള വാദങ്ങളും ആർഗ്യുമെൻറ്റുകളും ഉന്നയിക്കുന്ന ആ ദൈവസങ്കല്പമാണ് ഇതിന് പിന്നിൽ. നമുക്ക് ഒരിക്കലും നിഗമനത്തിലെത്താൻ പറ്റത്തില്ല. അപ്പം ഇതിന് പിന്നിലൊരു ഒന്നിലധികമോ സൃഷ്ടിതാക്കളോ ഡിസൈനേഴ്സോ ഉണ്ടെന്ന് കരുതി അത് ഈ മതത്തിൽ പറയുന്ന ദൈവം ആകണമെന്ന് യാതൊരു നിർബന്ധമില്ലെന്ന് മാത്രമല്ല, അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം മിക്കവരെയും യുക്തിവാദത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മതത്തിലുള്ള സങ്കല്പത്തിലെ ദൈവങ്ങൾ മതത്തിൽ പറയുന്ന കാര്യങ്ങളിലെ അർത്ഥശൂന്യത കണ്ടിട്ടാണ് അവർ യുക്തിവാദത്തിലേക്ക് പോകുന്നത്. ഒരു ദൈവം ഇല്ല എന്നുള്ളൊരു ഇതിലേക്ക് പൂർണ്ണമായിട്ട് നിരാകരിച്ച് പോകുന്നു. വേറെ ചിലർ യുക്തിവാദത്തിൽ ഇതിനൊന്നും പിന്നിൽ ഒരു ഡിസൈനറും ഇല്ല, ഇതെല്ലാം തനിയെ പരിണാമത്തിലൂടെ ഉണ്ടായതാണെന്നുള്ള അതും ഒരു ബാലിശമായ വാദമാണ്. ആ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് അവർ ഏതെങ്കിലും ഒരു മതത്തിൽ ചേക്കേറുന്നത്. അപ്പോൾ ഇതിന് അപ്പുറമായി നമ്മളൊരു അന്വേഷണാത്മകമായിട്ട് എത്തേണ്ട ഒരു മേഖലയാണ് ആഗ്നോസ്റ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ആഗ്നോസ്റ്റിസത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. പിന്നെ ദൈവസങ്കല്പത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉന്നയിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിലായിട്ടിടാം.